ഹലോ, അപ്പം ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും കുറേ ദിവസമായില്ലേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടത്. എന്താന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ആർക്കില്ല, എനിക്ക് തന്നെ തിരക്കായിരുന്നു. നടുവിടിഞ്ഞ് കിടപ്പായ കാരണം കുറച്ച് ദിവസം വൻ റെസ്റ്റിലായിരുന്നു. അപ്പം കുറച്ചൊക്കെ നടുന്ന് വരുന്നപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അമ്മാമ്മയുടെ പഴയ സാരിയൊക്കെ കുത്തിപ്പൊക്കി എടുത്ത് വന്നിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ മീഷോന്ന് ഒരു എന്താ വാങ്ങിച്ചേ അത് വഴി പറഞ്ഞു തരാം, ഓർമ്മ വരും. ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെയാണ്, എന്താ പറയാൻ വരുന്നത് പോലും മറന്നു പോകും. അങ്ങനെ നമുക്ക് മാഡ്സിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യണത്. ഒരു തൊണ്ടെടുത്താൽ മതി, അധികം തേച്ചാൽ ഒരുമാതിരി വെള്ളപ്പാട്ട് പിടിച്ചാൽ പോലെ ഇരിക്കും. സംഭവം നമുക്കിത് വീഡിയോ എടുക്കാനായ കാരണം ഞാനത് കുറച്ചധികം തേച്ചു. ഞാൻ കൺസീലർ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ കൺസീലർ വാങ്ങിച്ചു. പക്ഷേ ഈ ഷെയ്ഡ് വേറെ ആയിപ്പോയി. അതായത് എനിക്ക് ഈ ഷെയ്ഡായിരുന്നില്ല വേണ്ടത്, വേറെ ഷെയ്ഡായിരുന്നു വേണ്ടത്. അങ്ങനെ ഞാനിതെൻ്റെ മേമയുടെ തലയിൽ കെട്ടിവെച്ച്, ഇങ്ങനെയൊക്കെയല്ലേ നൈസായിട്ട് ഒഴിവാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നെയാണ് ഞാൻ ഈ സാധനം മുഖത്ത് തേക്കുന്നത്. കാരണം ഇത് കുറച്ചും കൂടിയും ഡാർക്ക് സ്കിൻ ടൈപ്പിലുള്ള കൺസീലറായിരുന്നു. അത് എനിക്ക് കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചത് 08 ഷെയ്ഡായിരുന്നു തോന്നുന്നു. എനിക്ക് വേണ്ടത് 06 അങ്ങോട്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഞാനിതെല്ലാം കൂടിയിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തു. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിന് മുന്നേ മോയ്സ്ചർ ക്രീം, സൺക്രീം ഇതൊന്നും ഞാൻ തേക്കുന്നില്ല. കാരണം ഇത് വെറുതെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞാൻ തേച്ചിട്ട് അപ്പം തന്നെ ഇടും. പിന്നെ കോമ്പാക്ട് പൗഡർ ഞാൻ യൂസ് ചെയ്യില്ല. അതെൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ കാണുന്നവർക്കറിയാം. കോമ്പാക്ട് പൗഡർ ഞാൻ യൂസ് ചെയ്യില്ല, വൈറ്റ് ടോൺ മാത്രമാണ്. അത് വൈറ്റ് ടോൺ ഇട്ടാൽ മാത്രമേ എനിക്കൊരു ഫിനിഷിങ് ടച്ച് എപ്പോഴും കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വൈറ്റ് ടോൺ അങ്ങോട്ട് വാരി തെരും കോമ്പി പൊത്തും. ചേടാ, എന്നാലും ഞാൻ നേരത്തെ പറയാൻ വന്ന സാധനത്തിൻ്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. എന്തായാലും വൈറ്റ് ടോൺ പൗഡറൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി. പിന്നെ ഇത് ഫോൺ വയ്ക്കാൻ ഇവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ജനാലമ്മ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ നമ്മൾ പിരികൊക്കെ എഴുതി ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് അല്ല കേട്ടോ, ബ്രൗൺ കളർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഇട്ടാൽ പിന്നെ നന്നായി എടുത്തറിയും. അങ്ങനെ നമ്മൾ മാഡ്സിൻ്റെ തന്നെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണത്. ഞാനിതിൻ്റെ പിങ്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ കുറച്ചധികം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഗോൾഡ് ഷെയ്ഡ് പോലെ തേച്ചാന്ന് വെച്ച്. അത് 2 കവളിമയും മൂക്കിൻ്റെ അവിടെയും താടിമയും നെറ്റിമയും കുത്തി വയ്ക്കുന്നുണ്ട്. മറ്റേ കണ്ണാടിയിൽ നോക്കി ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിൽ ഫുള്ളും ഇവന്മാർ പൗഡർ ഇട്ട് ആകെ അലങ്കോലാക്കി ഇട്ടിക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. എൻ്റെ മാതാവ്, ഇതിന് എന്താ പറയാമെന്ന്, എന്താ എനിക്ക് കിട്ടാത്തത്? കണ്ണിൻ്റെ മുകളിൽ തേക്കുന്ന സാധനമില്ലേ, സംഭവം പൊരിയാണ്. ഞാനിത് മീഷോന്ന് വാങ്ങിച്ചത്. മുന്നേ ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ല, വേറെ പ്രൊഡക്റ്റ്, അതും മാഡ്സിൻ്റെ തന്നെ. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. കാരണം എനിക്ക് ഐലാഷസ് വയ്ക്കാൻ അറിയില്ല, വെച്ചാൽ തന്നെ അതിങ്ങനെ പോവും. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും ഇതിൻ്റെ എന്താ കിട്ടണില്ല. ആദ്യത്തെ ലൈൻ എന്ന് പറയണത്, ഇനോട് സൗണ്ട് നോക്കണ്ട, പിള്ളേർ കിടന്ന് ഓടി വരുന്നതാണിത്. ആദ്യത്തെ ലൈൻ എന്ന് പറയണത് നീളം കൂട്ടാനുള്ള സെക്ഷനായിരുന്നു. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയണത് അതിന് കട്ടി കൂട്ടുക. സംഭവം പൊരിയാണ്. എൻ്റെ പൊന്നി, നമ്മൾ ഐലാഷസ് വെച്ച പോലെ തന്നെ ഉണ്ട്. നമ്മുടെ ഒറിജിനൽ പീലിനെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഒറ്റ സാധനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഐലാഷസ് വെക്കേണ്ട ആവശ്യമില്ല. കണ്ണും കൂടി എഴുതിയപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും ഇതിനെന്താ പറയുമെന്ന് കിട്ടണില്ലല്ലോ കർത്താവ്. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്കിലേക്ക് കടന്നു. ലിപ്സ്റ്റിക്ക് ശേഷം ഈ ലിപ് ഗ്ലോസ് തന്നെ തിന്നാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ 1-2 വട്ടം ഇടുള്ളൂ, പക്ഷേ ഇത് തന്നെ വലിച്ചൂറ്റി കുടിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഓരോ വട്ടം ഇത് എടുക്കുമ്പോൾ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ ലാസ്റ്റിൽ ഫൈനൽ ടച്ച് സാരി എടുക്കലേക്ക് കിടക്കാം. എന്താ സംഭവം എന്ന് വെച്ചാൽ വലിയ വൃത്തിയില്ല, ഭംഗിയില്ല, കോലുമില്ല. എനിക്കിഷ്ടമായില്ല. ബ്ലൗസാണെങ്കിൽ കൊള്ളത്തുമില്ല. പിന്നെ എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം വലിയ കാര്യത്തിൽ ഫോട്ടോയൊക്കെ എടുത്തുന്നുണ്ടെങ്കിലും അതും റെഡിയായില്ല. ഈ കമ്മലും നമ്മളിത് മീഷോന്ന് വരുത്തിയതാണ്. ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നുന്നു. ഞാൻ വെയിറ്റ് ഉണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ സാധനം വെയിറ്റില്ല, കൊള്ളാം. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിട്ടിട്ട് എനിക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ വീട്ടിലിടുന്ന നിത്തിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ പിന്നെ എൻ്റെ അടുത്ത ഫോട്ടോസൊക്കെ എടുത്തത്. ഞാൻ വീട്ടിലിട്ട് ഡ്രസ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. എന്താ ചെയ്യാൽ, ആ സാരി ഒരു മെനയിലാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം ഈ ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആക്കി. ഈ ഫോട്ടോ വെച്ചിട്ടല്ല, ഈ ലുക്ക് വെച്ച് വീഡിയോ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാം. ബൈ.